ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വിവാഹം നടന്ന ഒരുപക്ഷെ അന്നായിരിക്കും ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം അവസാനിക്കുന്നത്. എനിക്കെന്റെ മോള് മാത്രമേ ഉള്ളൂ. അവള് വേദനിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല. ഞാനിത് മുടക്കും, എങ്ങനെയെങ്കിലും മുടക്കും. നമ്മൾ ഇനി ഇവിടെ നിന്ന് പ്രശ്നം മക്കളെ. ഭാഗ്യേ, നമുക്ക് പോവാം. എന്തോ മുത്തശ്ശി ഒരു ഒച്ച അനക്കൂലാതെ നിൽക്കുന്നത്? എന്റെ പൊന്നു മുത്തശ്ശി, സാധാരണ കൊച്ചുമക്കളുടെ കല്യാണമൊക്കെ വന്നാല് മുത്തശ്ശിമാരാണ് ചാടി ചാടി എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് മുത്തശ്ശി എന്താ അതൊന്നും കാണിക്കാതെ? മുത്തശ്ശി, വിവാഹകാര്യം കൃത്യസമയത്ത് തീരുമാനിച്ചില്ലെങ്കിലേ അവസാനം കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി ഞാൻ ചിലപ്പോ പെണ്ണിന്റെ കൂടെ അങ്ങ് ഇറങ്ങി പോവേ. ആരാ പറഞ്ഞത് മുത്തശ്ശിക്ക് താല്പര്യമില്ലെന്ന്? അതിനൊക്കെ ഓരോ രീതിയില്ലേ, അതനുസരിച്ചല്ലേ നടക്കൂ. മുത്തശ്ശിക്ക് കാലുവേദന ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ടാ മുത്തശ്ശിക്ക് ഒരു ഉഷാറില്ലാത്ത. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ടോട്ടൽ ചെക്കപ്പ് ഒക്കെ നടത്തി വേണ്ട ചികിത്സയൊക്കെ ചെയ്യാന്ന്. അപ്പൊ സമ്മതിക്കില്ല. ആയുർവേദവും പ്രാർത്ഥനയും മാത്രം മതി. പിന്നെ എന്ത് ചെയ്യാനാ? നവീൻ, എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയെ നിർബന്ധമായിട്ടും അങ്ങ് കൊണ്ടുപോവാം. അത് ഞാൻ ഏറ്റു. എന്നാ ശരി, എത്രയും പെട്ടെന്ന് മുത്തശ്ശിയെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. അപ്പോ എത്രയും പെട്ടെന്ന് വിവാഹം നടക്കണ്ടേ? ആഹാ, അത് കൊള്ളാലോ. അമ്മയുടെ ചികിത്സാക്കാര്യമൊക്കെ പറഞ്ഞാണോ കല്യാണമൊക്കെ നടത്തുന്നേ? ആദ്യം അമ്മ ഹോസ്പിറ്റലിൽ കാണിക്കും, എന്നിട്ട് മതി മുഹൂർത്തം എടുക്കലും കല്യാണം നടത്തലും ഒക്കെ. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അമ്മയുടെ ആരോഗ്യമാണ് ഈ തറവാട്ടിന് മുഖ്യം. എന്റെ കാര്യത്തിൽ ആരും തർക്കിക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ല. എന്നെ ആരും എവിടെയും കൊണ്ടുപോവുകയും വേണ്ട. അമ്മേ, എന്തായാലും ഗാഥമോളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടായി. നിശ്ചയം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഒരു മുഹൂർത്തം എടുത്തില്ല എന്ന് പറഞ്ഞാല് അത് ശരിയാണോ? എന്താ നന്ദ വേണ്ടത്? അത് ഇനി നന്ദേട്ടനായിട്ട് തടസ്സം പറയണ്ട. നാളെയെങ്കിലും നാളെ മുഹൂർത്തം എടുത്തേ പറ്റൂ. യു ആർ കറക്റ്റ് അമ്മ. അപ്പൊ മുത്തശ്ശി, മുഹൂർത്തം എടുക്കാനുള്ള നടപടികൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയോ. ഓക്കെ, എന്നാ ശരി. ചേച്ചി, അവര് മരിച്ചിട്ടുണ്ടാവും. മരിച്ചാ കൊഴപ്പാ. മക്കളെ, ആരോടൊന്നും പറയല്ലേ. ചേച്ചി പോലീസിനെ വിളിക്കട്ടെ. അവര് വന്നാ ചിലപ്പോ അവരെ രക്ഷിക്കും. പോലീസ് വന്ന് നമ്മളെ പിടിക്കില്ലേ? നമ്മള് ആരാണെന്ന് പറയണ്ട. ചേച്ചി വിളിച്ചു പറ. ഹലോ, നീയും നിന്റെ പിള്ളേരും കൂടെ എന്നെ വീട്ടിൽ കയറി തല്ലുവല്ലേടി? അവരെ വിളിക്കുന്നേ. സ്പീക്കറിലിട്. ഞാൻ ചത്തുപോയിന്ന് നീ കരുതിയോടി? നിന്നെ അല്ല, നിന്നെക്കാ വലിയവരെ പറ്റിക്കാൻ ഈ സുന്ദരിക്ക് അറിയാടി. നീ എന്താടി വിചാരിച്ചേ? ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരാം. എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. വരാനാ? എങ്ങോട്ട്? ആ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്നതാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഈ നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കടി. നിന്റെ കാശ് എന്റെ കയ്യിലുണ്ട്. അത് നീ ഇനി വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. സുന്ദരി ചേച്ചി, എന്നെ ചതിക്കരുത്. എന്റെ അമ്മ. നിന്റെ അമ്മ ചത്തുപോയ എനിക്കെന്താടി? എന്റെ കയ്യിൽ നിന്ന് ഇനി കാശ് വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇനി എന്റെ പുറകെ വന്നാലുണ്ടല്ലോ കത്തിച്ച് കളയും ഞാൻ. സുന്ദരി ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വെച്ചിട്ട് പോടി. ഇനി നമ്മൾ തമ്മിൽ കാണുന്നില്ല. അയ്യോ ചേച്ചി, സുന്ദരി ചേച്ചി. പോട്ടെ ചേച്ചി, ഇനി എവിടെയെങ്കിലും വെച്ച് ഇതുപോലെ കണ്ടെത്താം. ഇല്ല മക്കളെ, ഇനി ചേച്ചിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ചേച്ചിയുടെ അമ്മയുടെ ഓപ്പറേഷൻ നടത്തണ്ടേ?
അതിനൊക്കെ മാർഗം ഉണ്ടാവും. മക്കള് പൊയ്ക്കോ, നിങ്ങളെല്ലാവരെയും വീട്ടിൽ തിരക്കുന്നുണ്ടാവും. ചേച്ചിക്ക് സങ്കടായല്ലേ? സാരല്ല, നിങ്ങൾ ചെല്ല. വാ മോളെ. സുനന്ദ, ലഞ്ച് റെഡിയായോ? അയ്യോ ഇല്ല മാഡം, ജോലി നടക്കുന്നേ ഉള്ളൂ. ലഞ്ച് റെഡിയാകാനൊന്നും ഇത്ര സമയം എടുക്കാൻ പറ്റില്ല. പുറത്തെ ചെടികൾ നനച്ചോ? ഊണ് റെഡിയായിട്ട് ചെയ്യാൻ ഓർത്തു. എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന തുണികൾ എടുത്ത് വിരിച്ചോ? ഞാൻ ചെയ്തോളാം മാഡം. പിന്നെ ഇതിനകത്ത് എന്ത് ചെയ്യായിരുന്നു ഇത്ര സമയം? എനിക്ക് കാര്യങ്ങളൊന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട്. സുനന്ദ ജോലി പഠിക്കാൻ 5 വർഷം എടുത്താ 5 വർഷം ഇവിടെ ഉള്ളവർ കാത്തിരിക്കണോ? കൃത്യസമയത്ത് ലഞ്ച് റെഡിയാവണം. അതിനു മുമ്പ് ഗാർഡൻ നനയ്ക്കണം. വാഷിംഗ് മെഷീനിലുള്ള തുണികൾ മുഴുവൻ വിരിച്ചിടണം. പിന്നെ അയൺ ചെയ്യാനുണ്ട്. ഇതെന്താ? ഇത് മാഡത്തിന്റെ പെർഫ്യൂം വാങ്ങാനുള്ളതാ. സിറ്റിയിൽ പോണം. കടയുടെ പേരും അഡ്രസ്സൊക്കെ ഇതിനകത്തുണ്ട്. അവിടെ കൊടുത്താൽ മതി. പെട്ടെന്ന് വാങ്ങി വരണം. മാഡം, ഈ ജോലിയൊക്കെ ചെയ്തു തീർത്തിട്ട് പോയാൽ മതിയോ? നീ തിരിച്ചു വരുന്നവരെ മാഡം ഇവിടെ കാത്തിരിക്കണോ? നോക്ക്, പറയുന്ന ജോലികളൊക്കെ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 1 മാസത്തെ ശമ്പളം പോലും വാങ്ങാതെ ഇവിടുന്ന് പോവേണ്ടി വരും. നിനക്ക് മനസ്സിലായോ? എന്നാ പിടിക്ക്. എല്ലാം വേഗം വേണം. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഒരു നിവർത്തികേട് കൊണ്ട് വന്ന് കേറിയാല് ഇങ്ങനെയുണ്ടോ ഒരു പാടുപെടുത്തല്? ഞാനിതെല്ലാം കൂടി എന്ത് ചെയ്യാനാ? ഓ, ഗതിയില്ലാത്തവന്റെ ബുദ്ധിമുട്ട് ആർക്കും അറിയണ്ടല്ലോ. കളരിക്കൽ കുടുംബത്തിന് അതിശക്തമായൊരു ശാപചരിത്രമുണ്ട്. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല. അവിടത്തെ ഒരു പുരുഷനും താൻ വിവാഹം ചെയ്ത ആദ്യ ഭാര്യയുമായി അധികം ജീവിച്ചിട്ടില്ല. മനസമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു. ഈ വിവാഹം നടന്ന ഒരുപക്ഷെ അന്നായിരിക്കും ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം അവസാനിക്കുന്നത്. എനിക്കെന്റെ മോള് മാത്രമേ ഉള്ളൂ. അവള് വേദനിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല. ഞാനിത് മുടക്കും, എങ്ങനെയെങ്കിലും മുടക്കും.